ഹലോ വെൽക്കം ബാക്ക് ടു കിച്ചൺ ഡെയിൽസ് ബൈ അശ്വതി. ഞാൻ ഇന്നിവിടെ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് അധിക നാൾ കേട് കൂടാതിരിക്കുന്ന മഞ്ഞ നിറത്തിൽ ഒട്ടും തന്നെ കയ്പില്ലാത്ത ഒരു നാരങ്ങ അച്ചാറിൻ്റെ റെസിപ്പിയാണ്. നമുക്ക് നമ്മുടെ നാരങ്ങ അച്ചാറിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയെന്ന് നോക്കാം. അതിനായി ഞാൻ എടുത്തിട്ടുള്ളത് കറിവേപ്പില, പച്ചമുളക്, വെളുത്തുള്ളി, 1 കിലോ പഴുത്ത നാരങ്ങ ഇഡ്ഡലിക്കുട്ടകത്തിൻ്റെ തട്ടിൽ വെച്ച് ആവി കയറ്റി 4 പീസായി മുറിച്ചെടുത്തിട്ടുള്ളതാണ്. അരിയുന്നതിന് മുമ്പ് നാരങ്ങ നന്നായി ഒന്ന് തുടച്ചിട്ട് വേണം അരിഞ്ഞെടുക്കാൻ. അടുത്തതായി ഫ്ലെയിം ഓൺ ചെയ്ത് അതിലേക്ക് ഒരു ചട്ടി വെച്ച് ചട്ടി ചൂടായി വരുമ്പോൾ അതിലേക്ക് ആവശ്യത്തിന് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം. നല്ലെണ്ണ ഒന്ന് ചൂടായി കഴിയുമ്പോൾ നമുക്ക് അതിലേക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ട് കടുകൊന്ന് പൊട്ടി വരുമ്പോൾ അതിലേക്ക് അരിഞ്ഞു വെച്ച വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളി നന്നായി ഒന്ന് വാടി കഴിയുമ്പോൾ നമുക്ക് അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളക് കൂടി ചേർത്ത് കൊടുക്കാം. നാരങ്ങ അരിയുന്നതിന് മുമ്പ് നന്നായി ഉണങ്ങിയ തുണി ഉപയോഗിച്ച് ഒന്ന് തുടച്ചതിന് ശേഷം വേണം ഒന്ന് അരിഞ്ഞെടുക്കാൻ. ഇനി നമുക്കിതിലേക്ക് വറ്റൽമുളക് കൂടി ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി നന്നായി ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്കിതിലേക്ക് പൊടികൾ ചേർക്കാം. ഇപ്പോൾ നമ്മുടെ വെളുത്തുള്ളിയും കറിവേപ്പിലയും പച്ചമുളകും ഒക്കെ നന്നായി ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ബ്രൗൺ ഷെയ്ഡ് ആവേണ്ട, അതിന് മുമ്പ് തന്നെ നമുക്കിതിലേക്ക് പൊടികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം. പൊടികൾ ചേർത്ത് കൊടുക്കുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ഫ്ലെയിം ഒന്ന് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. ആദ്യം തന്നെ നമുക്ക് ജീരകപ്പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/4 ടീസ്പൂൺ ജീരകപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ ഉലുവാപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നീട് നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. നമ്മളിവിടെ മുളക് പൊടി ചേർക്കാത്തതുകൊണ്ട് നമ്മൾ അത്യാവശ്യം എരിവിന് പച്ചമുളക് നന്നായി ചേർക്കണം. എന്നാൽ മാത്രമേ നമ്മുടെ അച്ചാറിന് നല്ല എരിവ് കാണത്തുള്ളൂ. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ അച്ചാറിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ കായപ്പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 2.25 ടീസ്പൂൺ കായപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഈ പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് മാറിക്കഴിയുമ്പോൾ നമുക്കിതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച് നാരങ്ങ ഇട്ട് കൊടുക്കാം. നമ്മൾ ഓൾറെഡി നമ്മുടെ നാരങ്ങ അരിഞ്ഞതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് പുരട്ടിയാണ് വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഇനി നാരങ്ങയിൽ പ്രത്യേകം ഉപ്പ് ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഞാനിവിടെ നമ്മുടെ നാരങ്ങയെല്ലാം നണ്ട് ആ ഒരു പൊടിയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. മഞ്ഞ കളറിൽ നന്നായി പഴുത്ത നാരങ്ങയാണെങ്കിൽ ഒട്ടും തന്നെ കയ്പ്പ് കാണത്തില്ല നമ്മുടെ അച്ചാറിടുമ്പോൾ. അല്ലെന്നുണ്ടെങ്കിൽ പച്ച നാരങ്ങയൊക്കെ ആണെങ്കിൽ നല്ല കയ്പ്പായിരിക്കും. ഞാനിവിടെ നമ്മുടെ നാരങ്ങ ഏകദേശം ഒരു 4 പീസായിട്ടാണ് മുറിച്ചിട്ടുള്ളത്. ഒരു നാരങ്ങ വലിയ നാരങ്ങയൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് 8 പീസായൊക്കെ മുറിച്ചെടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ നമ്മൾ നാരങ്ങ അരിഞ്ഞെടുക്കുന്ന സമയത്ത് നാരങ്ങയ്ക്കുള്ള കുരു ഒന്ന് കളഞ്ഞരിഞ്ഞെടുക്കാമെങ്കിൽ നമ്മുടെ നാരങ്ങ അച്ചാറിന് അത്യാവശ്യം കയ്പ്പ് കുറഞ്ഞിരിക്കും. ഞാനിവിടെ കുരു കളഞ്ഞാണ് നമ്മുടെ നാരങ്ങ അരിഞ്ഞെടുത്തിട്ടുള്ളത്. ഇനി നമുക്കിത് ഒന്ന് തിളയ്ക്കുന്നിടം വരെ കണ്ടിന്യൂസ് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് നമ്മുടെ നാരങ്ങയുടെ ആ ഒരു കയ്പ്പും പുളിയൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് ഇതിലേക്ക് ഒരു 3 സ്പൂൺ പഞ്ചസാരയൊന്ന് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ നാരങ്ങ നന്നായിട്ടൊന്ന് തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. നാരങ്ങ ഇപ്പോൾ നന്നായി ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് മീഡിയം ഫ്ലെയിമിലിട്ട് ഒരു 4 മിനിറ്റ് കൂടി കുക്ക് ചെയ്യാം. ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. ഇനി നമുക്കിതിലേക്ക് ഒരു 2 സ്പൂൺ വിനാഗിരി കൂടി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ നാരങ്ങയ്ക്ക് നല്ല പുളിയുണ്ട്, അതുകൊണ്ട് തന്നെ വിനാഗിരി ഞാനിവിടെ 2 സ്പൂൺ മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്കൊരു 2 മിനിറ്റും കൂടി കുക്ക് ചെയ്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അങ്ങനെ നമ്മുടെ അടിപൊളി നാരങ്ങ അച്ചാർ ഇവിടെ റെഡിയായിരിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മൾ അധികം നനഞ്ഞ സ്പൂണൊന്നും ഉപയോഗിക്കാതിരുന്നാൽ എത്ര നാൾ വേണമെങ്കിലും നമ്മുടെ അച്ചാർ ഇതുപോലെ തന്നെ ഇരിക്കും. ഫ്രിഡ്ജിൽ എത്ര നാൾ വേണമെങ്കിലും നമുക്കിത് സൂക്ഷിക്കാവുന്നതാണ്. നമ്മളിപ്പോൾ ഈ ഒരു പഞ്ചസാരയൊക്കെ ചേർക്കുന്ന സമയത്ത് നമുക്ക് കുറച്ച് മധുരം കൂടുതലായിട്ടും കയ്പ്പ് കൂടുതലായിട്ടും ഒക്കെ ഫീൽ ചെയ്യും. പക്ഷേ ഒരു 5 ദിവസം കഴിഞ്ഞൊക്കെ എടുക്കുമ്പോൾ കറക്റ്റ് ടേസ്റ്റ് ആയിരിക്കും നമ്മുടെ അച്ചാറിന്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ നാരങ്ങ അച്ചാറിൻ്റെ റെസിപ്പി ഒരുപാട് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എല്ലാവരും വീട്ടിൽ ഇനി ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെ ടാറ്റ ബൈ ബൈ, സീ യു.